ഇവിടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവിടെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ പറയുകയാണ് അഴിമതി സ്ഥാപനവൽക്കരിക്കാനുള്ള BJP സർക്കാരിന് മറ്റൊരു കള്ളി വെളിച്ചത്തായി. സാർ, നിങ്ങളുടെ അക്കൗണ്ടിൽ 10,000 കോടി വന്നിട്ടുണ്ട്. 6,000 ചില്ലുവാനം കോടി BJPക്ക് വന്നെങ്കിൽ 1,000 കോടിയോളം കോൺഗ്രസിനും വന്നു. ഈ രാജ്യത്ത് CPM-നല്ലാതെ ഇലക്ട്രൽ ബോണ്ട് ഈ കോടതി വിധിയിൽ തലയുയർത്തി നിൽക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒറ്റ രാഷ്ട്രീയ പാർട്ടി വേറെ ഉണ്ടോ? ക്ഷമ അല്ല, ഞാൻ അതിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ശ്രീ ശ്യാമപ്രസാദ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചിരി വരിക. നമുക്ക് ഇതിന്റെ ആദ്യത്തെ 2017 എന്താ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. ഈ ഇലക്ട്രൽ ബോണ്ട്സ് വരുന്ന സമയത്ത് ഇത് RBIന്റെ അടുത്ത് എടുത്തേരം, അന്ന് ഉർജിത് പട്ടേലായിരുന്നു ഗവർണർ. RBI അൺഈക്വിവോക്കലി എല്ലാവരും അവിടെ പറഞ്ഞു പറ്റില്ല, ഇത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് എക്സാക്ട് വേർഡ്സ് യൂസ് ചെയ്തത് പറഞ്ഞാൽ മണി ലോണ്ടറിങ്. അപ്പം എന്നേരം അവിടുത്തെ സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഇത് RBIന്റെ ആക്ട് അമെൻഡ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. അപ്പം അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റും, ഞങ്ങൾ ഓൾറെഡി റെഡി ആയിരിക്കാൻ, നാളെ ഞങ്ങൾ പാർലമെന്റിൽ ചെയ്യാൻ, നിങ്ങൾ RBI ആക്ട് അമെൻഡ് ചെയ്യണം. ഞാൻ ഇപ്പൊ ശ്രീ ശ്യാമപ്രസാദിന് പറയും മുമ്പേ എങ്ങനെയായിരുന്നു. മുമ്പേ ഒരു കമ്പനി പൈസ നമുക്ക് തരുമ്പം, ഒന്ന് ഈ കമ്പനി പാർട്ടിക്ക് തരുമ്പം പാർട്ടിക്കറിയാം ഏത് കമ്പനിയാ തരുന്നത്, കമ്പനിക്കറിയാം ഏത് പാർട്ടിക്കാ കൊടുക്കുന്നത്. അന്നേരം ആ സമയത്ത് 2017 മുമ്പേ ഇലക്ട്രൽ ബോണ്ട്സ് വരുന്ന മുമ്പേ ആ കോർപ്പറേറ്റ് കമ്പനീന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും എല്ലാ കൊല്ലം. ആ ബാലൻസ് ഷീറ്റിൽ എഴുതണം എത്ര പൈസ കൊടുത്തു ഈ പാർട്ടിക്ക്. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കൊടുക്കുന്ന പൈസ 7% നിങ്ങളെ റവന്യൂന്ന് 3 കൊല്ലത്തിന്റെ ആവറേജ് റവന്യൂന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തത്, ഫോറിൻ ഫണ്ട് വരാൻ പറ്റില്ല. ഓൾറൈറ്റ്. പിന്നെ ഷെൽ കമ്പനീസ് എല്ലാം ഫോറിനാ. ഇത് വന്നതിന്റെ ശേഷം മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്ര പൈസ, അൺലിമിറ്റഡ് പൈസ കൊടുക്കാൻ പറ്റും ഇലക്ട്രൽ ബോണ്ട്സിന്. ഒന്ന്, ഫോറിൻ ഫണ്ട് വരും. മൂന്നാമത്, ഷെൽ കമ്പനീസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് പൈസ കൊടുക്കാൻ പറ്റും. അപ്പം അതിന്റെ അർത്ഥം ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ക്വിഡ് പ്രോക്വോ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിൽ സീക്രസി ഉണ്ട്. ഇതിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഫൈനാൻസ് സെക്രട്ടറി RBIനോട് പേ ആർക്കും അറിയില്ല. ഈ ഇപ്പൊ എനിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വരെ അറിയൂല ആരാ പേന്ന്, പക്ഷെ RBIക്ക് അറിയാം, SBIക്ക് അറിയാം. ഇത് 2 പേർക്ക് അറിയുമ്പോൾ സർക്കാരിന് അറിയാം. അപ്പം ഇതൊരു ക്വിഡ് പ്രോക്വാ. അപ്പം ഒരു കമ്പനി പോവും, എനിക്ക് ഈ കാര്യം ചെയ്യണം സർക്കാർ. അപ്പൊ സർക്കാർ പറയും നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട്സിൽ ഞങ്ങൾ ഇതിൽ പൈസ ഇടണം. അപ്പൊ ജനങ്ങൾക്ക് അറിയുന്നില്ല, മറ്റേ പാർട്ടിക്ക് അറിയില്ല, വെറും BJPക്ക് അറിയും. അപ്പം ജനങ്ങൾക്ക്, ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അറിയണം എവിടുന്ന പാർട്ടിക്ക് ഫണ്ട് വരുന്നത്, ആർക്കും അറിയില്ല. അപ്പൊ അതിനാണ് നമ്മൾ പറയാ ക്വിഡ് പ്രോക്കോ. രണ്ടാമത്, ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ അഡാനി, അവര് പൈസ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ട് ഷെൽ കമ്പനീസിലിടും പൈസ. ഈ ഷെൽ കമ്പനീന്റെ പൈസ റൂട്ട് ചെയ്യും ഇന്ത്യയിലേക്ക്. എങ്ങനെ? ഇലക്ട്രൽ ബോണ്ട്സ് ത്രൂ. ബിക്കോസ് ഇപ്പം ആർക്കും അറിയാൻ പാടില്ല, സീക്രസിയാണ്. വേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, റൈറ്റ് ടു ഇൻഫർമേഷന് വരെ ഈ ഇതിന് ചെയ്യാൻ പറ്റില്ല. RTI ആക്ട് ഇസ് നോട്ട് അലൗഡ് ഓൺ ഇലക്ട്രൽ ബോണ്ട്സ്. അപ്പം നിങ്ങൾ മനസ്സിലാക്ക്, ഇതെന്താന്ന് പറഞ്ഞ എക്സാക്ട്ലി എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്. ആദ്യം ആരാ ഇതിന്റെ എതിരായിട്ട് നിന്ന്? കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധി. ഇന്ന് എനിക്ക് പറയാം, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വിൻഡിക്കേറ്റ് ചെയ്തിരിക്കുക. അന്നേ പറയുന്നത് രാഹുൽജി മണി ലോണ്ടറിങ് അത് നിങ്ങൾ മനസ്സിലാക്കണം. 1000 കോടി നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. 1000 കോടിയിലധികം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഞങ്ങളും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ വേറെ കാര്യമുണ്ട്. ഞാനൊരു ബിസിനസ്മാൻ എന്നോട് പറഞ്ഞത് ഇത്, അദ്ദേഹം പറഞ്ഞു, ക്ഷമ, നിങ്ങളെ അക്കൗണ്ടിൽ ഞങ്ങൾ പൈസ ഇടുമ്പോ ഞങ്ങൾക്ക് കോള് വരാം സർക്കാരിന്റെ അടുത്ത്. ഇനി നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ED എത്തും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങൾ കേസ് ചെയ്യും നിങ്ങളെ മേലെ. നിങ്ങൾക്കറിയോ, ഇതാണ് പറയുന്നത് ജനാധിപത്യം തകർന്നിരിക്കുക. ഇലക്ഷൻ കമ്മീഷനും അന്ന് 2017 19 ഇതിന്റെ എതിരായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇത് നടക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് ഇതിൽ ജനാധിപത്യം ഇല്ല, ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. ബിക്കോസ് ഒരു സൈഡ് 96% BJPക്ക് ഇലക്ട്രൽ ബോണ്ട്സ് കിട്ടിയത്. മോർ ദൻ 12,000 crores, 12,000 കോടിന്റെ അധികം. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ അതിന്റെ എതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അല്ലെ, സുപ്രീം കോർട്ട് ഇന്ന് വിധി എടുത്തു, പക്ഷെ ഈ വിധി കുറെ മുമ്പേ വരേണ്ട വിധിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാം ഏതെല്ലാം കമ്പനീസ് കൊടുത്തു. മാർച്ച് 17 വരെ എല്ലാ കമ്പനീസ് അവർ പറയണം ആരെല്ലാം കൊടുത്തെന്ന്. ഇത് ശരിക്കും ഒരു വലിയ സ്കാം ആണ്. ഇതിലാണ് ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. ഇതില് ഇപ്പൊ നോർമലി ഇങ്ങനത്തെ ഒരു ഇത് പാർലമെന്റിൽ വരുമ്പം കമ്മിറ്റീസിന്റെ മീറ്റിംഗ് ഉണ്ടാവും, മറ്റേ മിനിസ്ട്രീസിനോട് ചോദിക്കും
RBI-നോട് വരെ ചോദിച്ചില്ല. അതിന്റെ ശേഷമാണ് ഉർജിത് പട്ടേൽ രാജിവെച്ച്. RBI-ക്ക് വരെ ഒന്നും പറയാൻ പറ്റില്ല. ജെയ്റ്റ്ലി പറഞ്ഞു നാളെ ഞാൻ ബില്ലെടുത്ത് പാർലമെന്റിൽ, എനിക്ക് RBI ഉണ്ടോ ഇല്ല, പാർലമെന്റ് സുപ്രീം, നമ്മൾ ചെയ്യാന്നത്. നിങ്ങൾ മനസ്സിലാക്കി എവിടെയാ ജനാധിപത്യം? അതാന്ന് മനസ്സിലാക്കി. ഇത് കൊള്ളക്കടത്താണ് ഇത് ഇവിടെ നടന്നത്. എന്നിട്ട് ഇവിടെ ഇദ്ദേഹം പറയാ BJP-ന്റെ പ്രതിനിധി 2010 മുമ്പേ ആർക്കും എല്ലാവർക്കും അറിയാം ബാലൻസ് ഷീറ്റിൽ കോർപ്പറേറ്റിന്റെ ബാലൻസ് ഷീറ്റ്. അതും ഇത് കോർപ്പറേറ്റ്സ് മാത്രമല്ല, ട്രസ്റ്റ്, എന്ത് ലീഗൽ എൻറ്റിറ്റീസ് ഇവിടെ പൈസ ഇടാൻ പറ്റും, ആർക്കും പൈസ ഇടാൻ പറ്റും. പക്ഷെ ആരും അറിയാൻ പാടില്ല. ആദ്യമായിട്ട് അമേരിക്കയിലും BJP പ്രതിനിധിയല്ല, സ്വതന്ത്ര വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനാണ് ഷാബു. BJP ഈ ചർച്ചയിലെ കാളെ വിടുന്നില്ല കേട്ടോ. BJP ചർച്ചയിലെ കാളെ വിടുന്നത്. ഞാൻ ഷമയിലേക്ക് എത്താം.